ലൈവിൽ ആതിരയും നൂറയും നിവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലിവിങ് റൂമിൽ. ആതിര പറയുന്നുണ്ട്, ദിവസം എത്ര പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നൂറ ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആയോ? നിവിനോട് ചോദിക്കുകയാണ്. അപ്പം നിവിൻ പറയാണ്, എനിക്ക് ഓക്കെ ആവാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. പെട്ടെന്നൊന്നും ഞാനങ്ങനെ ഓക്കെ ആവാറില്ല. ഞാൻ പൊതുവേ ഇങ്ങനെയാണ്, സ്വിച്ചിട്ട പോലെ ഇങ്ങനെ ആയിപ്പോവും. മെല്ലെ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ ദേഷ്യം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ദേഷ്യം വരാനായിട്ടും എനിക്ക് ഒരുപാട് സമയമെടുക്കും, ദേഷ്യം ഇറങ്ങാനായിട്ടും എനിക്ക് ഒരുപാട് സമയമെടുക്കുമെന്ന് നിവിൻ പറയുന്നുണ്ട്. അപ്പം നൂറ പറയാണ്, എനിക്കും അങ്ങനെ തന്നെ. അപ്പം ഞാൻ തണുത്ത് വരും. ഇന്നലത്തെ ഞാനല്ലല്ലോ ഇന്ന്. എനിക്ക് കുറേ സമയമെടുത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ എൻ്റെ ദേഷ്യം കുറേശ്ശെ മാറത്തുള്ളെന്നും നിവിൻ പറയുന്നുണ്ട്. ഉറഞ്ഞു തുള്ളുന്ന അഗ്നിപർവ്വതം പോലെ ഉറഞ്ഞു തുള്ളുമെന്ന് നിവിൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ഫ്രണ്ട് എപ്പോഴും എന്നോട് ചോദിക്കുന്നു, നമ്മളെന്താടാ ഇങ്ങനെ. നിവിൻ്റെ ഒരു ഡയലോഗ് ഇന്നലെ ലൈവിൽ വന്ന് ആസിഫ് അലിയും ടീമും ചോദിക്കുന്നുണ്ടായിരുന്നു. നിവിൻ പറയുന്നുണ്ട്, ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യും, പിന്നെ ബ്ലോക്ക് ചെയ്യും, പിന്നെ വേറെ അക്കൗണ്ടിൽ നിന്ന് വന്ന് എനിക്ക് ഹായ് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മളെന്താടാ ഇങ്ങനെ. നൂറ പറയുന്നുണ്ട്, ഇന്നലെ ആസിഫ് അലിയും ഒക്കെ വന്ന സമയത്തും അവർ നിൻ്റെ ഈ ഡയലോഗ് പറയുന്നുണ്ട്. പുറത്ത് നിൻ്റെ ഈ ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. നിവിൻ പറയുന്നുണ്ട്, എൻ്റെ ബെല്ലി ഡാൻസ് കാണാൻ ഒരു പട്ടിക്കുഞ്ഞ് പോലും വരില്ലായിരുന്നു. അപ്പം നൂറ പറയുന്നുണ്ട്, പോടെ ഇറക്കാം. ഒരു റഷ്യൻ സുന്ദരിയായിരുന്നു എന്നെ ബെല്ലി ഡാൻസ് പഠിപ്പിച്ചതെന്ന് പറയുന്നു. അപ്പം നിവിനോട് ചോദിക്കുകയാണ്, നീ പഠിപ്പിക്കുമായിരുന്നോ അതോ നിന്നെ പഠിപ്പിക്കുമായിരുന്നോ? ആതിരയും നൂറയും കുറച്ച് ദിവസം ഷാനവാസും നിവിനുമായിട്ടുള്ള പ്രശ്നം കാരണം നിവിനോട് മിണ്ടാതിരുന്നതായിരുന്നു. ഇപ്പം വീണ്ടും അവർ മിണ്ടി തുടങ്ങി. ഇന്നലെ നിവിൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുകയുണ്ടായി, ആതില എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ആതിലയ്ക്ക് എന്തോ ലക്ഷ്യമുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആതില ഇന്ന് എങ്ങനെയാണോ നല്ലതുപോലെ ഇരിക്കും, പക്ഷെ നാളെ ആകുമ്പം ആതിലയുടെ സ്വഭാവം നേരെ അങ്ങ് തിരിയുകയാണ്. എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. എന്തുവായാലും ആതില എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെയാണ്, ഒരാളുടെ കൂടെ അടുത്തുകൂടി കുറച്ച് ദിവസം നിന്നിട്ട് അവർക്കിട്ടൊരു പണി കൊടുക്കുന്നതാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത്. അത് ആതിലയാണ് ഏറ്റവും കൂടുതൽ. നൂറ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആതിലയാണ് ആ കുരുട്ട് പരിപാടികൾ ഇത്രയും ചെയ്യുന്നത്. ഇതുപോലെ അടുത്തിട്ട് അനുമോൾക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഷാനവാസിനിട്ട് കൊടുത്തു. ഇപ്പം വീണ്ടും നിവിനും ഇട്ട് കൊടുത്തിട്ട് താണ്ട് ഇപ്പം വീണ്ടും നിവിനോട് ഒട്ടിയിരിക്കുകയാണ്. ആതിലയ്ക്ക് എന്തോ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. നിവിനെ എന്തെങ്കിലും പ്രശ്നത്താൽ പുറത്താക്കണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആതിലയ്ക്കുണ്ട്. ഓൾറെഡി നിവിൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. അപ്പം നിവിനെ കുറച്ചും കൂടി ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിവിൻ വർക്കൗട്ട് ചെയ്യുമെന്ന് ആതിലയ്ക്ക് നന്നായിട്ടറിയാം. ഷാനവാസും നിവിനും കൂടി ഉണ്ടായ പ്രശ്നം അത്രയും വിഷയമാക്കിയത് ആതിലയാണ്. ആതിലയ്ക്ക് എന്തോ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് നിവിൻ്റെ പുറത്ത്. നിവിൻ പറയുന്നത് കറക്റ്റാണ്. നിവിനെ എന്തോ ടാർഗറ്റ് ചെയ്യുന്ന കണക്കുള്ളൊരു പ്രവൃത്തിയാണ് ആതിലയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ വീക്കിലുണ്ടായത്. ഇപ്പം വീണ്ടും നിവിൻ്റെ അടുത്ത് ആതില സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.